നല്ല ഗ്ലാമർ ഉണ്ട്, ഈ മെയിൻ നടന്മാരെക്കാളുള്ള സെറ്റ് ഒരു ലുക്കൊക്കെ ഉണ്ട്. അതൊരു പാരയായിട്ട് വന്നിട്ടുണ്ട് വില്ലൻ എന്ന രീതിയിൽ. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ശരിക്കും ഈ ഗ്ലാമറിലൊന്നും കാര്യമില്ല. വല്ലത് അഭിനയൊക്കെ മുഖത്ത് വരണം. ഗ്ലാമറില്ലാത്ത എത്രയോ ആൾക്കാർ ഇപ്പം വെളുപ്പോ കറുപ്പോ ലുക്ക് വൈസ് ഒന്നും കാര്യമില്ല. ഇപ്പം നമ്മളെ ഇന്ദ്രൻസേട്ടനെ കോമഡി ചെയ്ത് എന്തോരം കഥാപാത്രങ്ങളാണ്. പുള്ളിയുടെ കഴുത്തും അത് പുള്ളിയുടെ നെഗറ്റീവ് വെച്ചാണ് ആൾക്കാരെ അത് സ്ക്രിപ്റ്റ് ആക്കിയത്. എന്നിട്ട് പുള്ളി നാഷണൽ അവാർഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന ആളാണ്. ലുക്കിലൊന്നും കാര്യമില്ല. പിന്നെ ചിലർക്ക് ഈഗോ അടിക്കും. അത് ഇപ്പം പറയാ ഹൈറ്റ് ഒരു പ്രശ്നമാണ്. എൻ്റെ ഹൈറ്റ് ഞാൻ 6 അടി 1.5 ഇഞ്ച് പൊക്കമുണ്ട്. അപ്പം ചിലയിടത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ചിലർക്ക് അത് പറ്റില്ല. അത് നമ്മൾ ഇൻസെക്യൂർ ഫീലിംഗ് എന്ന് പറയും. ഇവനെങ്ങാനും കയറി പോവും എന്നൊരു ചില ആൾക്കാർക്കട്ടെ, എല്ലാവർക്കും ഇല്ല കേട്ടോ. നമ്മളെ സൂപ്പർ സ്റ്റാർസിന് ഒന്നുമില്ല. നമുക്ക് ലാലാട്ട് സുരേഷ് അവർക്കൊന്നും അങ്ങനെ വിഷയമല്ല. അല്ലെങ്കിൽ ഇത്രയും പടം ഞാൻ ഇവരൊക്കെ കൂടെ ഓരോരുത്തരും കൂടെയും 20 പടത്തോളം ചെയ്തിട്ടുണ്ട് ഞാൻ. മമ്മൂക്ക, ലാലാട്ട് സുരേഷ്, മണിച്ചേട്ടൻ. ഞാൻ ഒരുവിധം ഇപ്പോഴത്തെ ന്യൂജൻ വിട്ടാൽ ബാക്കി ഒരുവിധം എല്ലാവരുടെ കൂടെയും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യം എനിക്കുണ്ടായി. ചിലർക്ക് അങ്ങനെ ഈഗോ അടിക്കുന്നുണ്ട്. ഞാനത് എൻ്റെ അടുത്ത് വേറെ പറഞ്ഞ് കേട്ടതാണ്. എനിക്ക് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് എന്നാണ് ചിലർ പറയുന്നത്. എൻ്റെ പറഞ്ഞ നല്ല സ്ക്രീൻ പ്രസൻസ് ആട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവർ മെയിൻ ക്യാരക്ടേഴ്സ് അത് ആരായാലും അവരിങ്ങനെ ഡബ് ചെയ്യാൻ പോകുമ്പോൾ കാണുമല്ലോ. അപ്പം നമ്മൾ ഒരാളുടെ നിൽക്കുമ്പോൾ എടുത്ത് കാണുന്ന ആളുണ്ടാവും. അത് അങ്ങനെ കുഴപ്പമുണ്ട്. എന്നെ കൊണ്ട് എല്ലാം തുറന്നു പറയിച്ചിട്ട് എൻ്റെ ഉള്ള കഞ്ഞിയിൽ പാലുള്ളവരോട് അതിൻ്റെ ഇത്ര ഒരു അതിജീവനം ഭയങ്കരല്ലേ ഒരു. അല്ല, അത് നമ്മളിപ്പം സിനിമാ ഫീൽഡിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും ഇപ്പം പൊളിറ്റിക്സ് ആയാലും അവിടെയും ആൾക്കാർ ഒതുക്കേണ്ടത് ഒതുക്കും. എനിക്കെല്ലാം പരാതിയൊന്നുമില്ല. ഒതുക്കി ഒരു നടനല്ലേ ശരിക്കും പറഞ്ഞു. അല്ലെങ്കിൽ കയറി വരേണ്ട എത്ര നല്ല ക്യാരക്ടർ വേഷം കിട്ടുന്നുണ്ട്. ഇപ്പം 20 വർഷമായിട്ട് എന്തായാലും ഭാഗ്യം കൊണ്ട് ഒരു 120 പടം അഭിനയിക്കാൻ പറ്റി. എനിക്ക് ഏതോ യൂണിവേഴ്സിറ്റിയുടെ ഇവിടെ കൊണ്ട് പോകും. യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ അവാർഡ് കിട്ടി. 100 പടം കഴിഞ്ഞപ്പോൾ ഡോക്ടറേറ്റ് കിട്ടി. യൂണിവേഴ്സിറ്റിയുടെ പ്രൈവറ്റാണ്. അവർ വിളിച്ചു തന്നതാണ്. ഞാൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. അല്ല സാർ ഞാൻ 100 പടം ചെയ്തില്ലേ. അപ്പം അതിൻ്റെയാന്ന് പറഞ്ഞു. ഹൈദരാബാദോ ഒരെണ്ണം ഇവിടെയാണ്. അപ്പം അങ്ങനെ ശരിക്കും ഇപ്പോൾ ഇത്രയും പടം അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു പറയുക ഒരു മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നൊരു പടം ഏതാ? അല്ല, ആക്ച്വലി എനിക്ക് പ്രത്യേകിച്ചും മമ്മൂക്കയുടെ കൂടെ ആയാലും ലാലേട്ടൻ്റെ കൂടെ ആയാലും സുരേഷിൻ്റെ കൂടെ ആയാലും അതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. ഞാൻ ഈ ആഡൊക്കെ ഞാൻ പറഞ്ഞില്ലേ മോഡലിംഗ് ചെയ്യുമ്പോൾ ആഡ്സൊക്കെ ചെയ്യുമായിരുന്നു. ബാംഗ്ലൂർ, ദുബായിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് പടം എനിക്ക് ടെൻഷനില്ലാതെ ചെയ്ത പടമാണ്. അവർ പറയുന്നു ചെയ്യുന്നു, എന്താ ചെയ്യുന്നത് എനിക്കെന്നെ അറിയാൻ പാടില്ല. എന്നെ ക്യാരക്ടറാന്ന് പറഞ്ഞു. അവർ നമ്മൾ ഈ സിനിമയിൽ ഇങ്ങനെ ഡോൺസിനെ കണ്ടുകൊണ്ട് ആ ഡോണിൻ്റെ ഒരു ഗെറ്റപ്പിൽ ഞാനങ്ങ് ചെയ്തു. പിന്നെ എനിക്ക് ടെൻഷനായി. ടൈഗറിൽ വന്നപ്പോൾ ടെൻഷനായി. ടൈഗറിൽ ഫസ്റ്റ് ഡേ ഓക്കെ ആയിരുന്നു. ടൈഗറിൽ ഫസ്റ്റ് ഡേ ഞാൻ കൂളാ ചെയ്തു. സെക്കൻഡ് ഡേ ഷൂട്ടിൽ ഞാനും രാജബി ചേട്ടനായിട്ട് ഒരു കോമ്പിനേഷൻ സീനാണ്. ഞങ്ങളുടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കുറേ ഡയലോഗുണ്ട്, പുള്ളിക്കും ഡയലോഗുണ്ട്. വൈറ്റ് ഫോർട്ടിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഒന്ന് ചോദിച്ചു, അതെ ഡയലോഗ് പഠിച്ചിട്ടുണ്ടല്ലേ? ഞാൻ പറഞ്ഞു വായിച്ച് കേട്ടായിരുന്നു. അതുപോലെ ഷായി സാറ് കുഴപ്പമാണ്, പുള്ളി ചീത്ത വിളിക്കും, പഠിച്ചോളാം കേട്ടാ. പുള്ളി ടെൻഷൻ തന്നു. എൻ്റെ ഫുൾ കാറ്റ് പോയി. ഷോർട്ട് പോയിരുന്നു. റീടേക്ക് 10 റീടേക്ക് എന്താ പോയി. അല്ല, ഇത് പറഞ്ഞപ്പോൾ ടെൻഷനായി. ഷായി ചേട്ടൻ ചീത്ത വിളിക്കും. ഇപ്പം ഞാൻ ഇപ്പം ചേട്ടൻ വിളിക്കുന്നത് അല്ലെങ്കിൽ ഷായി സാറാണ്. ഷായി ക്ലാസ് കുറേ സമയത്ത് 10 മിനിറ്റ് 1 മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. മോനെ വാ വിളിച്ചോണ്ട് എന്നെ മറ്റേ ഹാളിൽ കൊണ്ടുപോയിട്ട് എന്താ പറ്റിയേ, ഇന്നലെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു സാറ് ചീത്ത വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ തെറ്റിച്ചാൽ 10 ടേക്ക് എന്തോ പോയില്ലേ? ഞാൻ വല്ലതും പറഞ്ഞു മോനെ? ഞാൻ പറഞ്ഞില്ല. നീ പോയി അഭിനയിക്കടാ, ഞാനൊന്നും പറയാൻ പോലെ നിനക്ക് പറ്റുന്ന ചെയ്യും, അടുത്ത ടേക്ക് ഓക്കെ. പിന്നെ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇമ്മോരൊന്നിട്ട് ഇപ്പം നമ്മുടെ ഇപ്പം കാണിക്കില്ല. ഈ പുതിയ ആൾക്കാരെ ടെൻഷൻ കെട്ടിക്കളയും, പേടിപ്പിക്കും. അത് ആളെ പേരും പറഞ്ഞുതരാം. മരിച്ചു ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ടാ ദീപൻ ചേട്ടൻ, പുതിയ മുഖമൊക്കെ എടുത്ത ഡയറക്ടർ. പുള്ളി അന്ന് അസോസിയേറ്റ് ആയിരുന്നു ഷായി സാറിൻ്റെ, എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. ഈ സുരേഷ് സാറായിട്ടുള്ള അനുഭവം പറയാം. സുരേഷിൻ്റെ കൂടെ ഉള്ള ടൈഗറിൽ മീൻസ് ഹായ് ബായ് അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഒരു ക്ലൈമാക്സിൽ എൻ്റെ മുടിയുണ്ടല്ലോ, മുടിയിൽ പിടിച്ച് വെച്ച് ഇങ്ങനെ എന്നെ വലിച്ചിട്ടാണ് പുള്ളി തോക്കുകൊണ്ട് ചെയ്യുന്നത്. 2 ദിവസം ഷൂട്ട് പോയ സാധനമാണ്, ഇതേ പിടുത്താ. അപ്പം ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ ആർട്ടെ കുറച്ച് പെട്രോൾ കിട്ടുമോ, നമുക്ക് എൻ്റെ മുടിയും കത്തിക്കാം, മുടി കുഴപ്പമാണ്. പിന്നെ ഇതുപോലെ എൻ്റെ മുടി കണ്ടിട്ട് ഫസ്റ്റ് ഡേ അല്ല ഫസ്റ്റ് പടത്തിൽ ഒരു സംഭവം ഉണ്ടായി, അത് പറയാൻ പറ്റില്ല. അത്
എൻ്റെ മുടിയിലെ കളർ കണ്ട ഒരാളിങ്ങനെ ചോദിച്ചു, ഒരാളെ വിട്ട് ചോദിപ്പിച്ചു, അതെന്ത് കളറാണ് അടിച്ചിങ്ങനെ ചോദിക്കാൻ പറഞ്ഞു. അതാരായിരിക്കും? അത് പറയില്ല. മെയിൻ താരം തന്നെയാ, സൂപ്പർ സ്റ്റാറും ആണ്. കേൾക്കണ്ട. അപ്പൊ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. അല്ല, അത് നോട്ട് ചെയ്യും. പിന്നെ വേറെ സംഭവമുണ്ട്. നമ്മളെ മമ്മൂക്ക എല്ലാ ലൊക്കേഷനിലും, പുള്ളി അഭിനയിക്കുന്ന എല്ലാ ലൊക്കേഷനിലും ഒരു ദിവസം പുള്ളിയുടെ വക മട്ടൻ ബിരിയാണി ഉണ്ടാവും. അത് വല്ലാത്ത ബിരിയാണിയാണ്, സൂപ്പർ ബിരിയാണിയാണ്. പുള്ളി തന്നെ വിളമ്പി കൊടുക്കുകയും ചെയ്യും. ലൊക്കേഷൻ അധികം എല്ലാം വിളമ്പി കൊടുക്കും. ഇപ്പം ഞാൻ അണ്ണൻ തമ്പി എന്ന പടം പൊള്ളാച്ചിയിലാണ് ഷൂട്ട്. അപ്പം ഞാനൊരു മീൻസ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ചെന്ന് മമ്മൂക്കായിരിക്കും, ഞാൻ നമുക്ക് പ്രശ്നം ബിരിയാണി ഇല്ലേ? ഓ, അത് കഴിഞ്ഞ് പോയി, നീ വരാൻ ലേറ്റ് ആയത് എൻ്റെ കുഴപ്പമാണോ? അത് മോശമായി പോയി മമ്മൂക്കാന്ന് പറഞ്ഞു. പുള്ളി ഉടനെ, ജോർജ് നാളേക്ക് എൻ്റെ അതിൻ്റെ ബിരിയാണി. അങ്ങനെ മനുഷ്യനാണ് മമ്മൂക്ക. പിറ്റേന്ന് ബിരിയാണി പുള്ളി വരുത്തിച്ച് പുള്ളിയുടെ കാറിൽ വിളിച്ചിരുത്തി പുള്ളിയെ വിളമ്പി തുടങ്ങി. നമുക്ക് ഈ പറയാം തുടക്ക സമയത്ത് യാതൊരു ബന്ധമൊന്നും കീപ്പില്ല, അഭിനയിക്കുന്നു പോകുന്ന പരിചയപ്പെടാൻ. പിന്നെ ഭയങ്കര കമ്പനിയായി. നമ്മളെ സ്റ്റാർട്ടിങ്ങിലൊക്കെ പിന്നെ പുള്ളി നമ്മൾ കാണുമ്പോൾ ഈ ജാട എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ആ മനുഷ്യനാണ്. ഇപ്പൊ കുറച്ചും കൂടി കുട്ടത്തിന് തുടങ്ങിയില്ലേ? ആ, പിന്നെ അത് കാണാനല്ലോ, വയസ്സാവും തോറും കുട്ടികളാവും എന്നാണല്ലോ എല്ലാവരും. നല്ല മനുഷ്യനാണ് ലാലേട്ടൻ, അടിപൊളിയാണ് അത്.